രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചർച്ചാ വിഷയമാണ്. ഇപ്പൊ ഏത് ചാനൽ എടുത്താലും ചില ചാനലുകൾ ഇത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രം. അത് വെച്ച് ഇങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സത്യസന്ധമായ വാർത്തകൾ കൊടുക്കട്ടെ, അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടും വിരോധവും ഇല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ ഇരയായി രാഹുൽ മാങ്കൂട്ടത്തിനെ കാണേണ്ട ആവശ്യമുണ്ടോ? രാഷ്ട്രീയ ഇരയാക്കിയതാണോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ചില സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ശരിയായിട്ട് കാണേണ്ടതുണ്ട്? എവിടെയാണ് ഇതിൻ്റെ ഒരു തെറ്റ് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് അദ്ദേഹത്തെ അടുത്തൊന്നും അറിയില്ല. മീഡിയയിൽ കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. സാധാരണയായിട്ട് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്ത്രീ പീഡന പരാതികളും കേസുകളും ഒക്കെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിൽ ഇത്തരത്തിലുള്ള പരാതികളുണ്ട്. അപ്പം ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ, ബലാത്സംഗം ചെയ്തോ, ഗർഭിണിയായോ, ആ കുട്ടി പരാതി കൊടുത്തോ, ഇതൊന്നും കേരളത്തിലെ സാധാരണ ജനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ കാലത്ത് ഇതൊന്നും വളരെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നതുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് എത്രമാത്രം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ടാക്സുകൾ ഇതൊക്കെ വളരെ ശരിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഗവൺമെന്റിന്റെ വിഭവങ്ങൾ എത്ര ഭംഗിയായിട്ട് ഉപയോഗിച്ചു? അപ്പം നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യത ഇപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹകരണ സംഘങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വളരെ വിശ്വസിച്ചിട്ടിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഇതാരാണ് തട്ടിയെടുത്തിട്ടുള്ളത്? ഇവിടെയൊക്കെ ഭരിച്ചിരുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണ്? ഈ സാധാരണ ജനങ്ങളുടെ, ഈ കേരളത്തിന്റെ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന കേരളത്തിന്റെ നട്ടെല്ലാണ് സഹകരണ പ്രസ്ഥാനം എന്നാണ് പറഞ്ഞത്. ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഡെപ്പോസിറ്റുകൾ ഇവിടെ കൊള്ളയടിച്ചത് ആരാണ്? ഇത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന ടാക്സുകൾ ഇത്രയും വെള്ളത്തിനാണെങ്കിലും വൈദ്യുതിക്കാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ഗ്യാസിനാണെങ്കിലും ഇത്രയും വലിയ ഒരു വില നമ്മൾ കൊടുക്കേണ്ടി വരണോ? ഇത്രമാത്രം ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ടോ? അപ്പം നമ്മുടെ വികസനത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വികസനമാണ് ഉണ്ടായത്? കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കുണ്ടായ വികസനം എന്താണ്? എന്ത് നേട്ടമാണ് നമുക്കുണ്ടായത്? ഇതൊക്കെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നീറുന്ന പ്രശ്നങ്ങൾ. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ പോയോ ഇല്ലയോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അത് മീഡിയയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് പ്രശ്നം. കേരളത്തിലെ മീഡിയകളിൽ ഇതൊക്കെ ഇട്ട് തട്ടിക്കളിക്കേണ്ട എന്ത് ആവശ്യമാണ് ഇപ്പോഴുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, കേരളത്തിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നവുമല്ല. അതെ, സത്യത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്, മാധ്യമധർമ്മം ഇതാണോ എന്ന് പലപ്പോഴും ചോദിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ചുമ്മയല്ല ഇവരെ മാപ്രകളെന്ന് വിളിക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. മാധ്യമ പ്രവർത്തനം നടത്തുന്ന, സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ നൽകാൻ ശ്രമിക്കുന്ന ഒട്ടനവധി മാധ്യമ പ്രവർത്തകരുള്ള നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതും. ഇപ്പോൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ, ചില ദൃശ്യമാധ്യമങ്ങൾ അവരുടെ കരുത്ത് കാട്ടുന്നത് ഇത്തരത്തിൽ പലരെയും തേജോവധം ചെയ്തത്. ഒരിക്കലും ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടതാണ്. സരിത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഏത് തരത്തിലുള്ള സോളാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാൻ കഴിഞ്ഞത്? അതിനുശേഷം അദ്ദേഹത്തെ കോടതി തന്നെ അദ്ദേഹത്തെ വിമുക്തനാക്കിയപ്പോൾ പോലും അതിനെതിരെ അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു മാപ്പ് പറയാൻ പോലും ഈ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ആരെയും ഏത് തരത്തിലും ഇത്തരത്തിൽ തുറന്നു കാട്ടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കരിയർ നശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ ഈ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ സാറിപ്പോൾ പറഞ്ഞതുപോലെ ഗർഭിണിയാക്കുകയോ ഒരു സ്ത്രീയോടൊപ്പം പോവുകയോ അല്ലെങ്കിൽ പല സ്ത്രീകളോടൊപ്പം പോവുകയോ എന്ത് തന്നെ ചെയ്താലും നിയമവും നീതിയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് നടപ്പിലാക്കേണ്ടവർ വളരെ കൃത്യമായിട്ട് അത് പോലീസ് ഫോഴ്സ് കൊണ്ട് അറസ്റ്റ് ചെയ്യുക, നീതിക്കും നിയമത്തിനും മുന്നിൽ കൊണ്ടെത്തിക്കുക, അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കേണ്ട ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കുക. അവിടെ കഴിഞ്ഞു. പകരം ദിവസവും തുടങ്ങുന്നതിന് ആരംഭിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് പോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് പോയി, എന്തിനാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നതെന്ന് പലപ്പോഴും സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുൻഗണനാക്രമത്തിലേക്ക് എത്തപ്പെടുന്ന അവിടെയാണ്. സത്യത്തിൽ ഇതിനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയാത്തത് അവിടെയാണ് ഈ പ്രശ്നം.
ഇതേ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ട് ഇലക്ഷനെ സമീപിക്കുന്നവർ, ഇതേ പ്രശ്നങ്ങളുടെ പേരിലെന്ന് പറഞ്ഞ് വീണ്ടും ജയിച്ചു വരുന്നവർ, ഇങ്ങനെയാണോ ഇതിനെയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്? സത്യത്തിൽ അവരുടെ നീറുന്ന പ്രശ്നം ഇപ്പൊ പറയട്ടെ, കുടിവെള്ള പ്രശ്നം, അതിന് പരിഹാരം ഉണ്ടാകുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അവർക്ക് കിടക്കാൻ ഒരിടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല, റോഡുകൾ വളരെ വൃത്തിയുള്ളതാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാമാന്യ ജനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിത്യച്ചെലവിന് പണമില്ലാതാകുന്നു, അവരുടെ നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നില്ല. ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യുവാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ സർക്കാരുകൾക്കോ കഴിയുന്നുണ്ടോ? അത് കഴിയാതെ വരുമ്പോൾ ആണോ ഇത്തരത്തിലുള്ള ഇപ്പോൾ പീഡനം എന്ന് പറയപ്പെടുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നടത്തിയതല്ലോ. ഇവിടെ അനവധി പേർ, അത് സിനിമാ നടന്മാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഇനി ഏത് കൊള്ളക്കാരനാണെങ്കിലും, ഉദാഹരണത്തില് നമ്മൾ ഉമേഷ് എന്ന് പറയപ്പെടുന്ന DYSP ചെയ്ത വിക്രികൾ വരെ ഇവിടെ ഉണ്ട്. അപ്പൊ പോലീസുകാരന്മാരാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നീറുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ജനങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം മാത്രമായി ഈ മീഡിയകൾ അധപ്പതിക്കുകയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റേറ്റിംഗ് കൂട്ടുക, അതിന് സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകൾ ഉപയോഗിക്കുക എന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാര്യം, ഈ പറയുന്ന മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ അയാളുടെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമൊന്നും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. കേരളത്തിലെ നീറുന്ന ജനങ്ങളുടെ പ്രശ്നം എന്താണ്? നമ്മൾ എത്രമാത്രം വികസനം ഇവിടെ നടന്നു, കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ പഞ്ചായത്തുകൾ എന്ത് വികസനം നടത്തിയിട്ടുണ്ട്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സഹകരണ സംഘങ്ങൾ കൊള്ള ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പവിത്രമായിട്ട് പരിശുദ്ധമായിട്ട് പരിപാവനമായിട്ട് കരുതുന്ന ശബരിമലയുടെ വാതിൽപ്പാളികൾ പോലും പൊളിച്ചുകൊണ്ട് പോയി കൊള്ള നടത്തിയിരിക്കുകയാണ്, കൊടും കൊള്ള. ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ കുറിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ നടന്ന കാര്യം വളരെ വേദനിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ശബരിമല അയ്യപ്പന്റെ വാതിൽ പോലും പൊളിച്ചുകൊണ്ട് പോയി കൊള്ള നടത്തിയിരിക്കുന്നു. ഇത് ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഇലക്ഷനിൽ ഞാൻ കാണുന്നത്. അതേപോലെയാണ് സഹകരണ സംഘങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു, അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ നിത്യോപക സാധനങ്ങളുടെ വില വളരെ കൂടുതലാണ് ഉയർന്നിരിക്കുന്നത്. ഇന്ന് 10-60 രൂപ കൊടുത്താലേ 1 കിലോ അരി ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ നിത്യോപക സാധനങ്ങളുടെ വില വളരെ വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാ നികുതികളും കൂട്ടിയിരിക്കുന്നു. ഇപ്പൊ വസ്തു നികുതി ആണെങ്കിലും, വീട്ടിന്റെ നികുതി ആണെങ്കിലും, ഇലക്ട്രിസിറ്റി ചാർജ് ആണെങ്കിലും, വാട്ടർ ചാർജ് ആണെങ്കിലും, ഇതെല്ലാം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊന്നും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാതെ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ കണ്ടു, പിടിച്ചു, അങ്ങനെയായി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയകൾക്ക് സംഭവിച്ചിരിക്കുന്ന വളരെ വലിയ ഒരു മൂല്യച്യുതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, സാറേ പറഞ്ഞ പോലെ ഈ വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്തില്ല. സ്വർണ്ണപ്പാളി വിഷയത്തിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്വർണ്ണപ്പാളിയിലും അയ്യപ്പ സംഗമത്തിലും ഒക്കെ തിരിച്ചടി കിട്ടിയ പിണറായി വിജയന് ഇനിയൊരു മടങ്ങിവരും, മൂന്നാമതും ഭരിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ അദ്ദേഹം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി വിഷയമൊക്കെ പോയിട്ട് എല്ലാം കോൺഗ്രസ്സുകാരന്റെ തലയിൽ കൊണ്ട് വെച്ച് കൊടുക്കാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ വെച്ചൊരു ഗർഭക്കേസുമായിട്ട് മുമ്പോട്ട് പോകാം. ഇതൊക്കെ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും തീരും. ഇത് ഇങ്ങനെ എടുക്കാനിരുന്ന കേസും അല്ലായിരുന്നു കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പേ എന്ന് പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്, തന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ വിഷയം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലാണ് ഇവർ ഇത് കൊണ്ടുവരാൻ നിന്നത്. അതായത് ഒരു മാർച്ച് മാസത്തോടുകൂടി ഈ വിഷയം അവതരിപ്പിക്കുക, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം 1-2 മാസം കൊണ്ടു നടക്കുക. മെയ് മാസം ആകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ ഈ വിഷയം ഇട്ടിട്ട് മൂന്നാമതും അധികാരത്തിലെത്താൻ കോൺഗ്രസിനെ തുടച്ചു നീക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത്. പക്ഷെ അത് വളരെ ബുദ്ധിപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തയ്യാറാക്കി. കാരണം എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ UDF-ന് കഴിയില്ല, LDF-നായിരിക്കും നേട്ടം കൊയ്യാൻ കഴിയുന്നത് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് നേരത്തെ നടത്തിയ ഒരു പ്രകടനമാണ്. ഞാൻ ഈ പറഞ്ഞു വരാൻ കാരണം, സ്വർണ്ണപ്പാളി വിഷയം എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾ മറക്കുന്ന വിഷയമല്ല. കാരണം ശബരിമല വിഷയം വന്നപ്പോൾ 19 സീറ്റാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് UDF-ന് നേടാൻ കഴിഞ്ഞത്. അന്ന് പൊളിഞ്ഞുപോയി. 2019 LDF 1 സീറ്റ് കൊണ്ട് നിൽക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകും. ശബരിമല അയ്യപ്പനെ തൊട്ട് കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്നത് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ആയിരിക്കുമെന്ന് വളരെ വലിയ തിരിച്ചറിവ്
എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വിശ്വാസി പിണറായി വിജയനാണെന്ന് തോന്നുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്താണ് അയ്യപ്പനെ തൊടാതെ പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ട് ഈ വിഷയത്തിലേക്ക് പോയി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയമല്ല താറ് പറഞ്ഞവരെ, കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരവധി ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, വിജിലൻസ് സംവിധാനങ്ങൾ എല്ലാം പോലീസ് എന്നൊക്കെ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ UK ബേസ്ഡ് പോലീസാണ്. ആരെയും മഷിയിട്ട് നോക്കി കണ്ടുപിടിക്കാൻ കഴിയുന്ന സംവിധാനമാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കഴിയുന്നില്ല. അത് ഇവരുടെ ഒരു ഒത്തുകളിയല്ലേ? സത്യത്തിൽ ഇത് കൊണ്ടുപോകുന്നത് 9-ാം തീയതി 1-ാം ഘട്ട ഇലക്ഷൻ വരുന്നു, 8-ാം തീയതി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലേക്കല്ലേ ചെല്ലുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് പൊളിറ്റിക്സ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള പെൺപിടിയന്മാരുണ്ടല്ലോ. അതെ, ഏത് പാർട്ടിയിലാണ് ഇല്ലാത്തത്? CPM ഇല്ലേ, BJP-യിലില്ലേ, കോൺഗ്രസിലില്ലേ, മറ്റു പാർട്ടികളിലില്ലേ? എല്ലാ പാർട്ടിക്കാരിലും ഉണ്ട്. അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും കാണുക? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വലിയ ഇഷ്യൂ ആണ്. 21-ാം നൂറ്റാണ്ടില് ഏതെങ്കിലും സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനിപ്പം മാങ്കൂട്ടത്തിലിനെ ഇലക്ഷന്റെ തലേദിവസം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് പിന്നെ LDF-ന് കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ഓരോ പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്താണ്, അവരുടെ ഐഡിയോളജി എന്താണ്, അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനം എന്താണ്, ഇത് പിന്നെ വിലയിരുത്തിക്കൊണ്ടാണ് തീർച്ചയായിട്ടും പിന്നെ വോട്ട് നടക്കുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തെ ഇലക്ഷന്റെ തലേ ദിവസം അറസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ LDF-ന് വലിയ നേട്ടം ഉണ്ടാവും അല്ലെങ്കിൽ BJP-ക്ക് നേട്ടം ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ അല്ല, അത് മീഡിയയുടെ മാത്രം ഒരു ഇഷ്യൂ ആണ്, അല്ലാതെ ഇതൊന്നും അല്ല. പക്ഷേ എന്തെങ്കിലും നടപടി അയാൾ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്യണം, കേസെടുക്കണം, ട്രയൽ ചെയ്യണം, അയാളെ സെന്റൻസ് ടു പിന്നെ എന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കണം. അതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ഈ മെയിൻ മീഡിയയിൽ കാണുന്ന ഈ വൃത്തികെട്ട ഒരു സംസ്കാരം എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇതൊന്നും അല്ല കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ മീഡിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മീഡിയ മിതത്വം പാലിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളായിരിക്കണം മുന്നോട്ട് വയ്ക്കേണ്ടത് മീഡിയ.